ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ആർടെക്സ് സിനിമാസിലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ സിനിമ ഇറങ്ങിയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. നമുക്ക് എനിക്ക് കുറച്ച് പരീക്ഷ എക്സാമൊക്കെ ആയതുകൊണ്ട് ഇനി ആ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗടിയും ബോറടിയൊക്കെ ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് ട്വിസ്റ്റ്. അപ്പോൾ അത് പിന്നെ പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ വലിയ പ്രതീക്ഷയില്ല എനിക്ക്. റിവ്യൂവിൽ കേട്ടപ്പോൾ പോലും ഫസ്റ്റ് ഹാഫിലോണ്ട് വലിയ താല്പര്യമില്ല സിനിമയ്ക്ക്. പിന്നെ വേറൊരു സിനിമ ഇല്ല ഇപ്പോൾ, അതുകൊണ്ട് ഈ സിനിമ കാണാമെന്ന് വിചാരിച്ചു. നമുക്കിനി തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് കാര്യം പറയാം. ഇപ്പോൾ ഈ ആർട്ടാക്കിലാണെങ്കിൽ മൂവി മാത്രമേ ഉള്ളൂ കേട്ടോ. മൂവി കാണാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ. അല്ല, ഈ മോളൊക്കെ ഇപ്പോൾ അടച്ച് പൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒറ്റ മനുഷ്യയില്ല. നമ്മളിപ്പോൾ രാവിലത്തെ ഷോയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ മനുഷ്യയില്ല. ഷോയ്ക്ക് സിനിമ കാണാൻ ആൾക്കാരുണ്ട്, അല്ലാതെ ഈ മോൾ എല്ലാ ഷോപ്പും പൂട്ടി. നമ്മളിപ്പോൾ 2-3 വർഷം മുമ്പേ മോള് മൊത്തത്തിൽ ക്ലോസായി. ഇവിടെ ഇപ്പം മൂവി മാത്രമേ സ്ട്രീം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ താഴെ മറ്റേ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ കൂടെ നമുക്ക് ഇവിടെ മുകളിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ലിഫ്റ്റ് കയറി നമുക്ക് 3rd ഫ്ലോറിലാണ് നമ്മുടെ സിനിമ തിയേറ്റർ. അപ്പോൾ നമുക്കിനി ലിഫ്റ്റ് കയറി 3rd ഫ്ലോറിൽ പോകാം. ഇവിടുത്തെ പാർക്കിംഗ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു സ്ലോട്ടിൽ തന്നെ 2 കാർ പാർക്ക് ചെയ്യാം. നമുക്ക് മേളിലും താഴെയായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മേളിലും താഴെയും കാർ പാർക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്കുള്ള എൻട്രി നമുക്ക് ഇവിടെയാണ് വരുന്നത്. 2 ലിഫ്റ്റാണ് ഇവിടെ വരുന്നത്. ഗ്ലാസ് ലിഫ്റ്റ് തന്നെയാണ് വരുന്നത്. കൈസ് അങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ സിനിമ കാണാൻ വരുന്നത് ആർടെക്കിൽ. അപ്പോൾ ഞാൻ വലിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ആർടെക്കിൽ സിനിമ കാണാൻ വരണം, അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ PVR മറ്റേ സിനി പോളിസൊക്കെ പോലെ ഒരു വെറൈറ്റി ഒരു തിയേറ്ററാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന സിനിമ കാണണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ആർടെക്കിലെ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത് സൂക്ഷ്മദർശിനി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ തന്നെ. നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ടിക്കറ്റ് റേറ്റ് അത്രയും കുറയുമല്ലോ. നമുക്ക് ഇപ്പോൾ 160 റുപ്പീസ് ആണെങ്കിൽ അത്രയും റേറ്റ് ഇവിടെ ആവുള്ളൂ. അല്ലാതെ ബുക്ക് മൈ ഷോ വഴിയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു 40 റുപ്പീസും കൂടെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സിനിമ ഇറങ്ങി 2-3 ആഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ലോബിയിൽ ഈ ആർടെക്കിൻ്റെ ലോബിയിൽ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷനേക്കാളിൽ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്ത. നല്ല ഫസ്റ്റ് ഡേ ഒക്കെ മൂവിയൊക്കെ വരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ആകെപ്പാടെ 2-3 സോഫയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സൂക്ഷ്മദർശിനി സ്ക്രീൻ 3ലാണ് ഷോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ ടോട്ടൽ 4 സ്ക്രീൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ സ്ക്രീൻ 1ലാണെങ്കിൽ നമുക്കിപ്പോൾ പുഷ്പ തമിഴാണെന്ന് തോന്നുന്നു. പുഷ്പ തമിഴാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ നോക്കുന്നത് നമ്മൾ 3ലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ആരും വന്നിട്ടില്ല ഷോയ്ക്ക് ആൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. പോപ്കോണൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി. നമുക്കൊരു 260 റുപ്പീസിന് ഒരു വലിയൊരു ഏറ്റവും ഫാമിലി ബക്കറ്റ് പോപ്കോൺ കിട്ടും. അത് തന്നെ ലാഭമാണ്. ഒരു ഫുൾ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. 2-3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമൊക്കെ തന്നെ ഈ കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ PVR പോലെ അത്ര ഇൻറ്റീരിയർ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ തിയേറ്റർ അങ്ങ് പഴയതായി. അപ്പോൾ നമുക്ക് സ്ക്രീൻ ക്വാളിറ്റിയൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ അകത്ത് കയറിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ PVR പോലെ അത്ര ഇതൊന്നും ഇല്ല. എന്നാലും നമുക്ക് നമ്മുടെ കൊച്ചി PVRലെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് തീമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ സീറ്റിംഗ് ക്വാളിറ്റിയൊക്കെ ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം 170-190 ഒരേ ടൈപ്പ് സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മാക്സിമം ബാക്ക് നോക്കി സീറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കഴുത്തോടി നല്ല രീതിയിൽ ഞാൻ ഫ്രണ്ടില്ല. എനിക്ക് അറിവുണ്ടായിരുന്നു ഇവിടുത്തെ എങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഞാൻ അറിയാതെ H സെക്ഷനാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. സീറ്റിംഗ് ക്വാളിറ്റി അത്ര ഇല്ല. എൻ്റെ ഏറ്റവും ബാക്കിൽ റിക്ലൈനേഴ്സ് ഉണ്ട്, പക്ഷേ അത് ഞാൻ ബുക്ക് മൈ ഷോയിൽ കണ്ടില്ല ബുക്കിങ്ങിൽ. സീറ്റിംഗ് ക്വാളിറ്റി അത്രേ ഉള്ളൂ. വലിയ ഇതൊന്നും ഇല്ല. കുഷനിങ്ങും ഇല്ല. ഒരു ഇതില്ല, കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ ബാക്കിയുള്ള സ്ക്രീൻ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് പറയാനാണെങ്കിൽ 170, 190 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് സ്ക്രീൻ 3യുടെ. അപ്പോൾ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം രീതിയിലുള്ള സീറ്റിംഗ് ക്വാളിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ മെയിൻറ്റെയിൻസ് ചെയ്യാം, എന്നാലേ നമുക്ക് ആൾക്കാർ വരുള്ളൂ. സീറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താലേ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു ഫീല് അല്ലെങ്കിൽ കംഫർട്ട് കിട്ടുള്ളൂ. ഗൈസ്, ഇനി ഇൻ്റർവെല്ലായിട്ട് നമുക്ക് ഒപ്പീനിയൻ പറയാം. അങ്ങനെ ഗൈസ്, പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. നമുക്ക് ഇൻ്റർവെൽ വരെ അത്ര സുഖിപ്പിക്കുന്ന ഇതല്ല നമുക്ക് തരുന്ന ഈ മൂവി. സെക്കൻഡ് ഹാഫിലാണ് എല്ലാവരും പറഞ്ഞ നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഇൻ്റർവെൽ വരെ ഉള്ള സീൻ ഒരു ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ ഇൻ്റർവെൽ വരെയുള്ള റേറ്റിംഗ് എന്താ പറയുക, ഒരു 5 ഒരു 2 ഒക്കെ കൊടുക്കുള്ളൂ. അത്ര എന്താ പറയുക, എന്തോ ഒരു സുഖമില്ലാത്ത ഒരു എന്താ നമുക്ക് അങ്ങനെ എന്താ ഭയങ്കര ബോറടിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ ഇൻ്റർവെൽ വരെ ഉള്ളതിൽ. അപ്പോൾ ഇൻ്റർവെൽ അടിക്കുന്നതിന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല കഥയിലേക്ക് കയറുന്നുണ്ട്. ആ ഒരു ഇതാണ് നമുക്ക് സെക്കൻഡ് ഹാഫിലൊരു എല്ലാ ഒരു ഇതുണ്ടെന്ന് നമുക്ക് വിചാരിക്കുന്നത്. എക്സ്പെക്റ്റേഷൻ തരുന്നത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഇൻ്റർവെല്ല് ആകുമ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒരു ഇത് വരുന്നുണ്ട്, നല്ല എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതൊക്കെ വരുന്നുണ്ട്. അതാണ് നമുക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ ഇനി വരും എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. ഞാൻ പറഞ്ഞു ഈ ഷോയ്ക്ക് അത്യാവശ്യം ആളെ ഉള്ളൂ. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് തന്നെ 2-3 ആഴ്ചയായില്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം ചില ആൾക്കാർ ഫാമിലീസൊക്കെ ഉള്ളൂ രാവിലത്തെ ഷോയ്ക്ക്. അതുപോലെ തന്നെ ഈ മൂവിയിലെ ലീഡിങ് ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞാൽ നസ്രിയ, ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ ഉപ്പുമുളകിലൊക്കെ ബാലുവിൻ്റെ അച്ഛനും അമ്മയില്ലേ, അവരൊക്കെ ഇതിനകത്ത് ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അവരെല്ലാം ആക്ടിങ് എല്ലാം കൊള്ളാം. പക്ഷേ ഇൻ്റർവെൽ വരെ ഉള്ള നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇൻ്റർവെല്ലിന് ഞാൻ പറഞ്ഞത് ഇൻ്റർവെല്ലിന് അടുക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ആകെ കൂടെ ഒരു പ്രതീക്ഷ അതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആ ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇൻ്റർവെല്ല് ആവണേന് ഒരു 5 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർവെല്ലല്ല സോറി. പിന്നെ അതുപോലെ ഇവിടെ ലോബിയിൽ ആകെപ്പാടെ 2-3 സോഫയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വലിയ ഫസ്റ്റ് ഡേ വരുന്ന ഷോസൊക്കെ ആൾക്കാർക്ക് വരുമ്പോൾ ഇരിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ട് കാണും. ഇവിടെ സോഫാസ് ഒന്നും അത്ര കൊടുത്തിട്ടില്ല. ആകെപ്പാടെ 2-3 സോഫ, അതിൽ ആകെപ്പാടെ വേണമെങ്കിൽ 5 പേർക്ക് മാക്സിമം ഇരിക്കുക, അത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഹൗസ്ഫുൾ ആവുന്ന ഷോയ്ക്കൊക്കെ ഇവർ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കത് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. ആകെപ്പാടെ 7-8 പേരെ കാണുള്ളൂ. അതുകൊണ്ട് വലിയത് എനിക്ക് പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ വരുന്ന ഷോയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കുറച്ചും കൂടെ സോഫ അങ്ങനെ കസേരയൊക്കെ അവൈലബിലിറ്റി കൂട്ടാം, എന്നാൽ നമുക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഗൈസ്, അപ്പം ഈ സ്ക്രീനെ പറ്റി വേറെ പറയാനാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ സ്ക്രീൻ 3-ലാണെങ്കിലും ബാക്കിയുള്ള സ്ക്രീനിൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ബുക്ക് ചെയ്ത സ്ക്രീൻ 3-ൽ എല്ലാവരും മാക്സിമം ബാക്ക് സീറ്റ് നോക്കി ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ബുക്ക് ചെയ്ത സെക്ഷൻ H സെക്ഷന്, അത് സിൽവറിലപ്പോൾ ഭയങ്കര കുറച്ച് നല്ല രീതിയിൽ ഫ്രണ്ടിലോ ആയി പോയെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ബാക്കിലോട്ട് സീറ്റ് എടുത്താൽ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് കഴുത്ത് നെക്ക് പെയിനൊക്കെ വരും അടുത്തായതുകൊണ്ട്. ആകെപ്പാടെ എൻ്റെ സെക്ഷനിൽ നിന്ന് ആകെപ്പാടെ 5-4-3 റോയേ ഉള്ളൂ, 5 റോ എങ്ങാണ്ടേ ഉള്ളൂ ഫ്രണ്ടിലേക്കുള്ള സീറ്റിംഗ്. അപ്പോൾ കുറച്ചും കൂടെ ബാക്കിലെടുത്താൽ നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ബുക്ക് ചെയ്ത് പോയില്ലേ. പക്ഷേ ഇനി ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ബാക്കിലോട്ട് ബുക്ക് ചെയ്യും. PVR പോലത്തെ എല്ലാ സ്ക്രീനും ആണെങ്കിൽ മാക്സിമം ബാക്ക് റോ ബുക്ക് ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് ക്വാളിറ്റി അത്ര സുഖമാണെന്ന് ചോദിച്ചാൽ എന്നല്ല, എന്താ പറയുക, നല്ല രീതിയിൽ അഴുക്കൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം അത്ര എനിക്ക് സുഖം തോന്നിയില്ല. വലിയ രീതിയിലല്ല, എന്താ പറയുക, ഒരു ഇതില്ല, നമുക്ക് ഒരു സുഖം തോന്നൂല നമുക്ക് സീറ്റിംഗ് ഒന്നും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ സ്ക്രീനിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ കൂട്ടാം. നമുക്കിപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നിയില്ല ഈ സ്ക്രീനിൽ കാണുമ്പോൾ, അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സ്ക്രീനിൽ. എന്നാൽ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ എന്തോ നമുക്ക് നമുക്ക് ചില സീനെ കാണുമ്പോൾ ഭയങ്കര ബ്ലറായിട്ടൊക്കെ തോന്നുന്നത്. പറയാതിരിക്കാൻ വയ്യ, സെക്കൻഡ് ഹാഫ് ഗംഭീരം എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് വെച്ച് അപേക്ഷിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ട്വിസ്റ്റ് നമുക്ക് എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ വെറുതെ എന്തൊക്കെയോ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ഹാഫിലും സത്യം പറയില്ല, നമ്മൾ ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യൂല ഈ സസ്പെൻസ്. സത്യം പറയല്ല, നമ്മൾ അന്തം വിട്ടു ഇങ്ങനെ സെക്കൻഡ് ഹാഫൊക്കെ ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ. അത്ര നമ്മൾ ഒട്ടും പ്രൊഡിക്റ്റ് ആവില്ല, എന്താ ഇങ്ങനെ നടക്കുമോ നമ്മൾ ചിന്തിക്കൂല. ഈ മൂവിക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് എന്താ പറയുക, സെക്കൻഡ് ഹാഫും കൂടെ ചേർത്ത് തന്നെ 10-ൽ 6.5 കൊടുക്കുക. പിന്നെന്ത് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ നസ്രയുടെ ആയാലും ബേസിൽ ജോസഫിൻ്റെ ആയാലും നല്ല ആക്ടിങ് അവർ തരുന്നു. നല്ല എന്താ പറയുക, ബേസിൽ ജോസഫാണ് എന്താ പറയുക, നല്ല സീരിയസ് സിറ്റുവേഷനായപ്പോലും അയാൾ ആ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല ചിരിക്കാനും കൂടെ ഉണ്ട് കേട്ടോ ഈ മൂവി. മൊത്തത്തിൽ സീരിയസ് അല്ല, ചിരിക്കാനും കൂടെ ഉണ്ട് ഈ മൂവി എന്ന് പറഞ്ഞാൽ. അത്രയും ഞാൻ പറയാം, എല്ലാം ഫുള്ളി സീരിയസ് അല്ല. ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോൾ കുറേ സീനൊക്കെ ചിരിക്കാനുണ്ട്. പക്ഷേ അതൊന്നും എന്താ പറയുക, ഈ മൂവിയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഫണ്ണായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ OTT വന്നാൽ പോലും ഇത് കാണാമെന്നേ ഉള്ളൂ, ബോറടിക്കൂല്ലേ ഈ മൂവി. എന്തായാലും ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ട് തോന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് എന്താ പറയുക, ഒട്ടും പ്രൊഡിക്റ്റ് ആവാത്ത ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ആർട്ടാക്കിൽ വന്നത്, നല്ല വേറെ ഒരു ഇതൊന്നുമായിട്ടൊന്നും അല്ല. എന്തായാലും എല്ലാ ദിവസവും ഏരിയസിലല്ലേ പോകുന്നത്, അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്കാണ് ഞാൻ ആർട്ടാക്കിൽ വന്നത്. എന്തായാലും സ്ക്രീൻ വലിയ എനിക്ക് സുഖം തോന്നിയില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊള്ളാം. സ്ക്രീനും എന്താ പറയുക, വലിയ സീറ്റിംഗ് ക്വാളിറ്റി ഒന്നും വലിയ ഇതില്ല.
പക്ഷേ മൂവി എന്താ പറയുക, ഒരു ആവറേജ് എന്ന് പറയാം, ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, എബോ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് മൂവി എന്ന് പറയാം. നമുക്ക് ടൈം പാസിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ല പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ല ഫസ്റ്റ് ഹാഫൊക്കെ എന്തിനോ വേണ്ടി കാണിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ മമ്മി മൂവി വെച്ച് നോക്കുമ്പോൾ ഓക്കെ പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഹലോ മമ്മിയിലാണെങ്കിൽ എന്ത് പറയുക, കുറച്ചെങ്കിൽ ചിരിക്കാൻ എൻ്റർടൈൻമെൻ്റ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു എന്ത് പറയുക, ഓക്കെ മൂവിയാണിത്. അത് ചില ഇൻവെസ്റ്റിഗേഷൻ സീനൊക്കെ നല്ല എന്ത് പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഹാഫിലൊക്കെ എന്തിനോ വേണ്ടി കുറേ കുത്തിക്കറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ഞാൻ പറഞ്ഞ പോലെ എന്ത് പറയുക, ട്വിസ്റ്റ് ഇരിക്കുന്നത്. അത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ട്വിസ്റ്റാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വരുന്ന വീഡിയോസിലെല്ലാം തന്നെ ഞാൻ ഇനി ഇറങ്ങാൻ പോണ മൂവീസിൻ്റെയൊക്കെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ മൂവിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് എന്താ പറയുക, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയും കൂടെയാണ്. നമുക്ക് ദൃശ്യം ലെവൽ പ്രതീക്ഷയൊന്നും പോകണ്ട, അത്യാവശ്യം രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയും കൂടെയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.